AD 52 മുതൽ തുടങ്ങുന്ന ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാരാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഞാനും നിങ്ങളുമല്ല. ആ വിശ്വാസം പിന്നീട് വളർന്നു വരുന്നത് ഇവിടെ നാട് ഭരിച്ചിരുന്ന നാടുവാഴികളുടെ നമ്മളോടുള്ള പ്രത്യേക കരുതലിലൂടെയാണ്. ഈ രാജ്യത്തിലെ ഹൈന്ദവരായ സഹോദരങ്ങളുടെ കരുതലിലൂടെയാണ്. അവര് നമുക്കിവിടെ പള്ളികൾ പണിയാനായി സ്ഥലങ്ങൾ തന്നു. അത് സൗജന്യമായിട്ട് സ്ഥലങ്ങൾ തന്നു. അവര് നമ്മുടെ പള്ളിയോട് ചേർന്നിട്ടുള്ള ആഘോഷങ്ങൾക്കായിട്ടുള്ള ഭൂമികൾ കിട്ടുന്നു. അങ്ങനെ ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് തന്നെ വളർന്ന ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ് നസ്രാണി ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാടുവാഴികളുടെ ഭരിച്ചിരുന്നവര് നമുക്ക് പ്രത്യേകമായ ആനുകൂല്യ അവകാശങ്ങൾ നൽകി. അതിനെ ചെപ്പേടുകൾ എന്ന് പറയും. കരീസാപ്പള്ളി ചെപ്പേട്, ക്നായിത്തോമൻ ചെപ്പേട്, ഇരവികൊണ്ടൻ ചെപ്പേട്, ഇങ്ങനെയുള്ള ഒരുപാട് ചെപ്പേടുകളിലൂടെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകമായ അവകാശ ആനുകൂല്യങ്ങൾ നാടുവാഴികളുള്ള ഇവിടുത്തെ തമ്പുരാക്കന്മാർ പകർന്നു നൽകി. പിന്നെ കാലം പുരോഗമിക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ വന്നു. യൂറോപ്പിൽ നിന്ന് വന്ന ക്രൈസ്തവ മിഷണറിമാർ ഭാരത നസ്രാണി പാരമ്പര്യത്തെ കുറച്ചുകൂടെ ശ്രേഷ്ഠമാക്കി. അവരവരുടെ വിശാലമായ അറിവുകൾ നമുക്ക് നൽകി. അങ്ങനെ കേരളത്തിന് നവോത്ഥാനം ആരംഭിച്ചു. 19ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന്റെ ആണികൾ ഇടുന്നത് ഈ ക്രൈസ്തവ മിഷണറിമാരാണ്. അവരുടെ കേരള നവോത്ഥാനം ആരംഭിക്കും. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നസ്രാണിയായിട്ടുള്ള ചാവകച്ചൻ കേരളത്തിന്റെ ആദ്യത്തെ കേരളീയനായ നവോത്ഥാന നായകനാണ്. അദ്ദേഹം തന്റെ സ്കൂളുകളിൽ അധസ്ഥിതരും വരേണ്യരുമായ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച് ആദ്യത്തെ സാമൂഹിക വിപ്ലവം നടത്തി. അദ്ദേഹം ഉച്ചക്കഞ്ഞി തുടങ്ങി. ഇന്ന് സ്കൂളിലുള്ള യൂണിഫോം തുടങ്ങുന്ന അദ്ദേഹമാണ്. ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ എത്രയോ വലിയ സാമൂഹിക വിപ്ലവം. ആ വിപ്ലവത്തിന് ശിലാദേഹമാകുമ്പോൾ നമ്മുടെ ഈ സംസ്കാരത്തെ വളർത്തിയ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹോന്നതരായ സാംസ്കാരിക ആചാര്യന്മാർക്ക് 7 വയസ്സും 12 വയസ്സും ഒക്കെയാണ് പ്രായം. അവര് ഈ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് അവർ വലിയ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ വളർന്നു വന്ന വലിയ മഹത്തായ പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് ഇവിടുത്തെ മഹാകവികളെല്ലാം ഉള്ളൂരും എഴുത്തച്ഛനും വള്ളത്തോളും ഒക്കെ, കുമാരനാശാനും ഒക്കെ ക്രൈസ്തവ ഗീതങ്ങൾ പാടി. KC കേശവപിള്ള എഴുതി. ക്രൈസ്തവമായ മൂല്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് അത് ഈ സമൂഹത്തിന് അവർ പകർന്നു നൽകി. ഈ മാതൃകൾ നമ്മളും കൂടെ ഏറ്റുചൊല്ലേണ്ടതാണെന്ന് പറഞ്ഞ അവരുടെ കവിതകളിലെല്ലാം ഈ ക്രൈസ്തവ മൂല്യങ്ങൾ അവർ പകർന്നു നൽകി. അവരതുകൊണ്ട് KC കേശവപിള്ളയെ പോലെയുള്ളവരൊക്കെ എഴുതി. മുറിക്കുന്നവനും വൃക്ഷം തടം നൽകുന്നില്ലയോ, ശത്രുവും തൻ ഗ്രഹേ വന്നാൽ വഴിപോൽ സൽക്കരിക്കണം. അത് സുവിശേഷത്തിന്റെ മൂല്യമാണ്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഫലമായ ധാർമ്മിക പാഠമാണ്. അതിലപ്പുറത്തേക്ക് ഒരു ധാർമ്മിക പാഠമില്ല. ഈശോ പറഞ്ഞ ധാർമ്മികതയുടെ ഉത്തുംഗ ശൃംഗമാണ് നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുക. അതിലപ്പുറത്തേക്ക് ഇനി ഒരു ധാർമ്മികതയില്ല. താഴേക്ക് മാത്രമേ നീ ധാർമ്മികതയ്ക്ക് വളരാൻ പറ്റൂ. ശത്രുവിനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന മഹത്തായ സുവിശേഷ മൂല്യങ്ങൾ ഉൾപ്പെടെ ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകി. അങ്ങനെ ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ളവര് ഈ കാലത്തോട് പറഞ്ഞു, ക്രിസ്തുവിനേക്കാൾ വലിയൊരു ഗുരുവില്ല. അവിടുന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകി. അങ്ങനെ തന്റെ ദാസരുടെ പാദം കഴുകിയതാരുമില്ല. യജമാനന്മാരുടെ പാദം ദാസന്മാർ കഴുകുമായിരുന്നു. പക്ഷേ ഇതാ യജമാനൻ തന്നെ, ഗുരു തന്നെ ദാസരുടെ പാദം കഴുകുന്ന മാതൃക. ക്രിസ്തുവിനേക്കാൾ വലിയ ഗുരുവില്ല.